ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഫോഗ് ഫ്രഷ് ഫുജർ. സോ ഈ പെർഫ്യൂമ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഇത്രയും വലിയൊരു പെർഫ്യൂമ് അവർ ജസ്റ്റ് 170 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഈ മെയ് 1 ഓൺവേർഡ്സ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, മിന്ത്ര തുടങ്ങിയ സൈറ്റുകളിലൊക്കെ ഓഫർ സെയിൽസ് നടക്കുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് കണ്ടതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു പെർഫ്യൂമ് ഇത്ര പ്രൈസ് കുറവ് എന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയാ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ കയ്യിൽ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഫോഗിന്റെ ഈ ഫ്രഷ് ഫുജർ എന്ന് എഴുതിയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പൊ ഞാനിത് എവിടെയും കണ്ടിട്ടോ മറ്റുള്ളതൊന്നുമില്ല. പക്ഷെ എന്നാലും 120 ml ഒരു ഗ്ലാസ് ബോട്ടിലുള്ള പെർഫ്യൂമിന് ഇത്രയും പ്രൈസ് കുറവുണ്ടാകുന്ന എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവല്ലോ. അപ്പൊ ഫോഗ് സത്യം പറഞ്ഞാൽ പാർക്ക് അവന്യൂ ഉണ്ട്, ഇങ്ങനെ 150 റുപ്പീസിനൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. 100 ml ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് മുതലാവുന്നത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 10 രൂപ കിട്ടുന്നുണ്ടോ എന്നുള്ള ഡൗട്ടാണ്. ഇത് നല്ല ബോക്സ്, നല്ല അടിപൊളി ബോക്സ് കണ്ടോ, അതിനുള്ളിൽ ഒരു ഇന്നറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ബോക്സിന്റെ കോസ്റ്റ് തന്നെ അത്യാവശ്യം കോസ്റ്റ്. അത് കഴിഞ്ഞ് ഇതിന്റെ ബോട്ടിൽ കണ്ട, ഇത് നല്ല അടിപൊളി പ്രിന്റിങ്, ഇവിടെ ഫോഗ് എന്നുള്ള പേരൊക്കെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബോട്ടിൽ ഇവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇത് എന്ത് ബേസിലാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് വിൽക്കുന്നത് എന്നുള്ള. കാരണം ഇപ്പൊ നമ്മുടെ പെർഫ്യൂംസ് ഒക്കെ നമ്മള് ആമസോണിൽ സെയിൽ ചെയ്യാറുണ്ട്. ഈ ആമസോൺ ഇതിന്റെ ഒരു 30% പ്രൈസ് കൊണ്ടുപോകും. പിന്നെ 18% GST അടക്കണം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടലില്ല. പിന്നെ ഒരിക്കലും ഇതേപോലെ സബായ പെർഫ്യൂമ് ഇത് ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്ന ആള് ഞാനാണ്. ഞാൻ ഒരിക്കൽ സബായ അപ്ലോഡ് ചെയ്തും അതിന്റെ ഒരു 390 ഒരു പ്രൈസ് ഇട്ടിട്ട്. അപ്പൊ ഇത് നല്ല സെയിൽ നടക്കുന്നുണ്ട്. സെയിൽ നടന്ന് പിന്നെ ഒരു 1 മന്ത് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ എന്താ പറയാ ഭയങ്കര കട്ടിങ്, ആമസോണിന്റെ കട്ടിങ്ങും പിന്നെ GST അടക്കുന്നതും ഇതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ പ്രൈസ് കുറവാണ് നമുക്ക് ഇതിൽ ത്രൂ വരുന്ന സെയിൽസ്. അങ്ങനെ പിന്നെ ഞാൻ ആ പ്രൊഡക്റ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്തു. കാരണം അതല്ലാതെ നിവർത്തില്ല. കാരണം നമുക്കത് ലോസ് ആയിട്ടാണ് പോണത്. അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല, കുറച്ച് നാൾ മുന്നേ കേട്ടോ. അപ്പൊ നമ്മൾ ആമസോണിൽ ഇങ്ങനെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് ഇത്രയും ഇവർ കട്ടാക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീടാണ് നോട്ട് ചെയ്തത്. അപ്പൊ ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാധനം 170 രൂപക്ക് ഫ്ലിപ്കാർട്ടിൽ വിൽക്കുമ്പോൾ ഫ്ലിപ്കാർട്ട് ഇതിന്റെ ഒരു മാർജിൻ എടുക്കുമല്ലോ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ. എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ഈ ബിസിനസ് നടക്കുന്നത്. ഈ ക്യാപ്പ് നമ്മളെ നാട്ടില് ഹോൾസെയിലിൽ പോയാൽ 20 രൂപ വരെയുള്ള ക്യാപ്പാണത്. ഓക്കെ, ആറ്റമൈസർ 20 രൂപന്റെ മേലെ വിലയുള്ള നല്ല അടിപൊളി ആറ്റമൈസർ. വേണ്ട, ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആറ്റമൈസർ. ഇതൊക്കെ ഉള്ള ഒരു പെർഫ്യൂമിന് വില 170 രൂപ, അത് ഫ്രീ ഡെലിവറി. ഓക്കെ, അപ്പൊ ഇതാണ് ഫോഗിന്റെ ഫ്രഷ് ഫുജർ. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാ വെച്ചാല്, ഇത് നമുക്ക് വളരെ 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 സുപരിചിതമായ ഡെൻവറിന്റെ ഹാമിൽട്ടൺ, ആ ഒരു ഗ്രീൻ കളറിലുള്ള ഹാമിൽട്ടൺ ഉണ്ടല്ലോ, അതിന്റെ ക്ലോൺ ആണത്. അപ്പൊ അത് ഏതിന്റെങ്കിലും ക്ലോൺ ആണോ എന്ന് ചോദിച്ചാല് അതിന്റെ ഒരു ഡയറക്റ്റ് ക്ലോണൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു വൈബ് വരുന്ന പെർഫ്യൂമ് ഞാൻ ഗൾഫിൽ നിന്നൊക്കെ മുമ്പ് എറ്റേണൽ ലവിന്റെ എക്സ് ലൂയിസ് മെൻ എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം ഉണ്ടല്ലോ, ആ ഒരു വൈബ് അതിൽ കിട്ടിയിരുന്നു നമ്മുടെ ഹാമിൽട്ടണില്. കംപ്ലീറ്റ് ആയിട്ടൊന്നുമല്ല, ഒരു 50% ലെവലിൽ അതിന്റെ ഒരു വൈബ്, ആ വൈബ് ഇവിടെയും കിട്ടുന്നുണ്ട്. അതായത് ഫ്രഷ്നെസ് ഉണ്ട്, സ്പൈസി നോട്ട്സ് ഉണ്ട്, പിന്നെ ഒരു ഓക്മോസിന്റെ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസും, പിന്നെ ഒരു ചെറിയൊരു ഗ്രീൻ ടച്ച് ഒക്കെ എവിടേക്കോ വരുന്നുണ്ട്. ഒരു ഗ്രീൻ, ഒരു അരോമാറ്റിക് ഗ്രീൻ നോട്ട്സും, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടില്ല. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു വുഡി നോട്ട്സിലേക്കും പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ്. സോ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേ വൈബ് തന്നെയാണ് ഈ പെർഫ്യൂമിൽ കിട്ടുന്നത്. അപ്പോ അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. ഡെൻവർ ഹാമിൽട്ടൺ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡെൻവർ ഹാമിൽട്ടൺ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിയോഡറന്റ്, പെർഫ്യൂം അത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഡിയോഡറന്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പകരം ഈ പെർഫ്യൂം വാങ്ങിക്കാൻ പറ്റും. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 45 മിനിറ്റ്സ് വരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു 1.5 to 2 hours വരെ ഇതിന്റെ ഒരു ലോഞ്ചിവിറ്റി നമ്മുടെ ഡ്രസ്സിലൊക്കെ കിട്ടുന്നുണ്ട്. നല്ലോണം അപ്ലൈ ചെയ്താൽ, ഇത് ഓവർ അപ്ലൈ ചെയ്താൽ, ഇപ്പൊ ഞാൻ ചിലപ്പോൾ പറയുന്നത് ഓവർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു 6 എണ്ണൊക്കെ ഒരു സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് പോയാൽ 3 hours ലെവലിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. സോ അത്രയും 170 രൂപക്ക് അത്രയും കിട്ടുന്ന ഒരു പെർഫ്യൂമാണ് ഇത്. എന്തുകൊണ്ടും
ഇത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് ആ ഫ്രാഗ്രൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതല്ലാതെ 100 രൂപയുടെ പെർഫ്യൂമും 10 മണിക്കൂർ നിൽക്കണം എന്ന് കരുതുന്നവർ വാങ്ങിക്കണ്ട, അതിനുള്ള ഒന്നുമില്ല. അപ്പോൾ ചെറിയ പ്രൈസിന് ചെറിയ പെർഫോമൻസ് നോക്കുന്നവർ ട്രൈ ചെയ്തോളൂ. ഞാനിത് എന്തായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ബെസ്റ്റ് എയർ ഫ്രഷ്നറാണ്. കേട്ടോ, ഇതിങ്ങനെ എയറിലൊക്കെ അടിച്ചാൽ കുറെ സമയം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസിന് ഇത് ബെസ്റ്റാണ്. എങ്ങനെയായാലും എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അങ്ങനെ ചെറിയ പ്രൈസിന് പിന്നെ നമുക്ക് എന്തും ചെയ്യാമല്ലോ. Anyways, that's all about this video. Thanks for watching.